ഹായ് ഫ്രണ്ട്സ്, ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ നിറയുന്നത് ഭീതിയും പേടിയുമാണ്. ഒരുപാട് ഫ്ലൈറ്റുകളും കപ്പലുകളും എങ്ങോട്ടേക്കെന്നില്ലാതെ അപ്രത്യക്ഷമായ ഒരു ഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന് ശാസ്ത്രലോകം വിളിക്കുന്നത്. ഇന്നും ഈ 2026 പോലും ശാസ്ത്രലോകത്തിന് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനാകാത്ത രീതിയിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നതാണ് ബർമുഡ ട്രയാങ്കിൾ. ഈ ബർമുഡ ട്രയാങ്കിൾ ഉള്ളത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന സർഗാസോ ഭാഗത്താണ്. 1465 ക്യാപ്റ്റൻ കൊളംബസ് ബർമുഡ ട്രയാങ്കിളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വടക്ക് നോക്കി യന്ത്രം കേടായതും ആകാശത്ത് തീഗോളങ്ങളും കണ്ടു എന്ന് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമുണ്ടെന്നും അതുപോലെ ഭൂതപ്രേത പിശാചുകളുണ്ടെന്നും ഒക്കെ ആളുകൾ പറയുന്നുണ്ട്. അമേരിക്കൻ നേവിയുടെ 5 ഫ്ലൈറ്റുകൾ ഒരുമിച്ച് ബർമുഡ ട്രയാങ്കിളിൽ 1945 അപ്രത്യക്ഷമായി. അവരെ അന്വേഷിച്ചു പോയ അമേരിക്കൻ നേവിയുടെ കപ്പലുകളും വിമാനങ്ങളും ഒപ്പം അപ്രത്യക്ഷമായി. ഈ സംഭവത്തെ അവർ വിളിക്കുന്നത് ഫ്ലൈറ്റ് 19 ഇൻസിഡൻറ്റ് എന്നാണ്. 2016 നാസയുടെ സാറ്റലൈറ്റ് ചതുർഭുജത്തിൻ്റെ ആകൃതിയിൽ ഈ ഭാഗത്ത് തിരമാലകൾ മാറുന്നതായും ചിത്രങ്ങളെടുത്ു. രാക്ഷസ തിരമാലകളും രാക്ഷസ ചുഴികളുടെയും ചിത്രങ്ങൾ നാസയുടെ സാറ്റലൈറ്റ് എടുത്തിട്ടുള്ളതാണ്. 2018 സൗത്ത് ചൈന കടലിൽ ബർമുഡ ട്രയാങ്കിൾ പോലെ ഒരു പ്രതിഭാസം കണ്ടു. ഈ സംഭവത്തോടുകൂടി അന്വേഷണം ഊർജിതമായി. അങ്ങനെ ഈ ഭാഗം ബർമുഡ ട്രയാങ്കിളിൻ്റെ നേരെ എതിർവശമാണെന്നും കണ്ടുപിടിച്ചു. ഈ ഭാഗങ്ങളിൽ ഭൂമിയുടെ കാന്തിക വലയങ്ങൾ ആണെന്നും പറയപ്പെടുന്നു. ഈ ഭാഗത്ത് ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലം വളരെ കൂടുതലാണെന്നുള്ള നിഗമനത്തിൽ നാസ എത്തി. ബർമുഡ ട്രയാങ്കിൾ ഭാഗത്ത് മുങ്ങൽ വിദഗ്ധന്മാർ പരിശോധന നടത്തിയപ്പോൾ അവർക്ക് കുറേയേറെ ഈജിപ്തിൽ മാത്രം കണ്ടുവരുന്ന പിരമിഡുകളും രൂപങ്ങളും ഒക്കെ അവിടെ നിന്ന് കിട്ടി. ഇത് എങ്ങനെ ഈ ഭാഗത്ത് വന്നു എന്നും കണ്ടുപിടിക്കാൻ അവർക്ക് ഇതുവരെ ആയിട്ടില്ല. ഇന്നും ഈ 2026 ഒരു വലിയ ചോദ്യചിഹ്നമായി ബർമുഡ ട്രയാങ്കിൾ നിലകൊള്ളുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.